വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വചനത്തിലൂടെ ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ നല്ല ദൈവമേ, VBSൻ്റെ ഈ നാളുകളിൽ കർത്താവിനോടൊപ്പം ചേർന്ന് നടപ്പാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കുന്നതോർത്ത് നന്ദി കരയറ്റുന്നു. കർത്താവെ, സഭയായി അല്പസമയം അങ്ങയുടെ മുമ്പാകെ വചനവുമായി അടിയങ്ങൾ നിൽക്കുമ്പോൾ അത് ഞങ്ങളുടെ ഹൃദയത്തിന് ആനന്ദകരമാകുവാൻ, ദൈവമേ നിൻ്റെ വചനത്താൽ നിറയപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് പ്രാപ്തരാക്കണം. എല്ലാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഏറ്റവും ബഹുമാനവും സ്നേഹവും നിറഞ്ഞ വൈദിക ശ്രേഷ്ഠർ, മാതാപിതാക്കൾ, യുവജനങ്ങൾ, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ആദ്യമായി എനിക്ക് ഇന്ന് ഇവിടെ ഈ ആരാധനയുടെ ഭാഗമാകുവാനും ഇങ്ങനെ VBSൻ്റെ ഡയറക്ടറായി എന്നെ ഇൻവൈറ്റ് ചെയ്ത മാവേലിക്കര ഇടവികാരി CA ജോസച്ചനോടും അസിസ്റ്റൻറ്റ് വികാരി ഷിൻഡു അച്ചനോടുമുള്ള നന്ദിയും സ്നേഹവും പ്രാരംഭമായി തന്നെ അറിയിച്ചു കൊള്ളട്ടെ. നാം ഏവരും അറിയുന്നത് പോലെ ഈ വർഷത്തെ VBS തീം എന്നുള്ളത് ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. യേശുവിനോടൊപ്പമുള്ള യാത്ര. അതിൻ്റെ കൂടെ സഫാരി വൈബ്സ് എന്നുള്ള ഒരു ടാഗ് ലൈൻ ഉണ്ട്. സഫാരി വൈബ്സ് ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളതാണ്. കുഞ്ഞുങ്ങളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടി ആണ് അങ്ങനെ ഒരു ടാഗ് ലൈനും കൂടെ ചേർന്നെടുത്തിരിക്കുന്ന വേദഭാഗം അല്ലെങ്കിൽ മനപ്പാഠ വാക്യം എന്നുള്ളത് സദൃശ്യവാക്യങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യം. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. നിൻ്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിൻ്റെ പാതകളെ നേരെയാക്കും. ഗോഡ് നോസ് അവർ ഓൾ വേസ്. നമ്മുടെ എല്ലാ വഴികളും ദൈവത്തിന് അറിയാം. എന്നാൽ there are some wrong turns. അവിടെ ചില തെറ്റായ വഴികളും ഉണ്ട്. അതിനാലാണ് 2026 മധ്യകേരള മഹാ ഇടവകയായും CSI റീജിയണലായും ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ് എന്നുള്ളൊരു തീം തിരഞ്ഞെടുക്കുവാനും ആ ചിന്താവിഷയത്തിൽ നിലനിന്നുകൊണ്ട് കുഞ്ഞുങ്ങളോട് 8 ദിവസക്കാലം അവർക്കുള്ള വേദപഠനവും നൽകുന്നത്. ഞാൻ കോട്ടയം ജില്ലയുടെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കോൺഫറൻസിൽ പോകുകയും അവിടെ ഒരു തീം പ്രസൻറ്റേഷൻ, അവരുടെ ആ വർഷത്തെ തീം പ്രസൻറ്റേഷൻ ചെയ്യുകയും ചെയ്തു. ആ തീം പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഒരു കുട്ടി ഡിസ്കഷനിൽ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഹൗ ക്യാൻ വി റെക്കഗ്നൈസ് വാട്ട് ഈസ് റിയൽ ഇൻ ദ വേൾഡ് ഓഫ് റീൽ? എങ്ങനെയാണ് റീലിൻ്റെ ഒരു കാലഘട്ടത്തിൽ സത്യത്തെ അല്ലെങ്കിൽ റിയലിനെ തിരിച്ച് അറിയുന്നത്? ശരിയാണ്, ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് സ്ക്രീനിൻ്റെ മുൻപിലാണ്. നമ്മുടെ മൊബൈലിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും എത്ര മണിക്കൂർ നമ്മൾ സ്ക്രീനിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അതിലുപരി ബിസി ആയിട്ടുള്ള ഒരു പേരൻഹുഡിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മധ്യയിൽ ഇന്ന് ഈ ചിന്താവിഷയം അതിപ്രധാനമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ നാം അവരെ ഈ സ്ക്രീനിങ് ടൈമിലും സ്കൂളിലെ പഠനത്തിൻ്റെ തിരക്കിലും നമ്മുടെ ജീവിത തിരക്കിലും പഠിപ്പിക്കുവാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. ഹൗ ടു ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ്. എങ്ങനെയാണ് യേശുവിനോടൊപ്പം നടക്കുവാൻ സാധിക്കുന്നത്? അതാണ് ഈ ചിന്താവിഷയം ഈ VBS നമ്മളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമതായി, ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ്, നോ ദ വേ. യേശുവിനോടൊപ്പം നടക്കുവാൻ വഴി അറിയണം. യേശുവിനോടൊപ്പം നടക്കുവാൻ വഴി അറിയണം. ഇന്ന് വായിക്കേണ്ടിയിരുന്ന സുവിശേഷ വേദഭാഗം എന്നുള്ളത് 14-ാം അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നാം വാക്യം നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു വാക്യമാണ്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എന്നാൽ എന്തിനായിരിക്കാം യേശു ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. അത് എന്തിനാണ് എന്ന് അറിയണമെങ്കിൽ 13-ാമത്തെ അധ്യായം മുതൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാകും എന്തിനാണ് യേശു ക്രിസ്തു ഇത് പറഞ്ഞത്. തന്നോടൊപ്പം നടന്നിരുന്ന, തൻ്റെ വഴികൾ അറിഞ്ഞിരുന്ന
അല്ലെങ്കിൽ അറിഞ്ഞിരുന്നു എന്ന് കരുതിയിരുന്ന ശിഷ്യന്മാർ അവനിൽ നിന്ന് തെറ്റായ വഴിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ ആ ഹൃദയത്തിൽ നിന്നുള്ള വേദനയിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ ഭയത്തിൻ്റെ, അവരുടെ ഒരു കൺഫ്യൂഷൻ്റെ മധ്യയിൽ നിന്നുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിലും വിശ്വസിപ്പീൻ, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്നുള്ളത്. യേശുവിനോടൊപ്പം നടന്നുവെങ്കിലും അവർ വഴി അറിഞ്ഞില്ല. അവിടെയാണ് യേശു പറയുന്നത്, ഐ ആം ദ വേ, ഞാൻ തന്നെയാണ് വഴി. യേശുവിനോടൊപ്പം നടന്നുവെങ്കിലും അവർ യേശു എന്ന വഴിയെ, അല്ലെ യേശു കാണിച്ചു തന്ന പാതയെ തിരിച്ചറിയുവാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. ഇന്ന് ഞാനും നിങ്ങളും എല്ലാവരും അതുതന്നെയല്ലേ? പറയുമ്പോൾ നമ്മൾ എന്നും പള്ളിയിൽ പോകുന്നവരാണ്, നമ്മൾ സഭയുടെ എല്ലാ കമ്മിറ്റികളിലുമുണ്ട്, നമ്മൾ കൊയർ അംഗമാണ്, യൂത്തിൻ്റെ അംഗമാണ്, സൺഡേ സ്കൂളിൽ പോകുന്നുണ്ട്, എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും പങ്കെടുക്കുന്നുണ്ട്. എന്നാൽ ആ ക്രിസ്തുവിൻ്റെ വഴി കൃത്യമായി നമുക്ക് അറിയാമോ? ടി പി വേണുഗോപാലിൻ്റെ ഒരു പുസ്തകമുണ്ട്, ദൈവം തിരിച്ചയച്ച പ്രാർത്ഥന എന്നുള്ളത്. വളരെ യാദൃശ്ചികമായി മേടിക്കുകയും വായിക്കുവാനും കഴിഞ്ഞ ഒരു പുസ്തകമാണ്. അതിൻ്റെ കാരണം അതിൻ്റെ ടൈറ്റിൽ തന്നെയാണ്, ദൈവം തിരിച്ചയച്ച പ്രാർത്ഥന. കാരണം ദൈവം കേട്ട പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം കേൾക്കാത്ത പ്രാർത്ഥനയും എനിക്ക് അറിയാം. എന്നാൽ എന്താണ് ഈ ദൈവം തിരിച്ചയച്ച പ്രാർത്ഥന, അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ടോ എന്നറിയാൻ വേണ്ടി മേടിച്ച ഒരു പുസ്തകമാണ്. എന്നാൽ ആ പുസ്തകം വളരെ രസകരമായ ഒരു പുസ്തകമാണ്. അതിൽ ഒറ്റ വരി കഥകളാണ്, ഒരു വരി മാത്രമേ ഉള്ളൂ. ആ വരിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കണം. അങ്ങനെ അതിലുള്ള ഒരു കഥയാണ്, പുഴ എന്താണെന്നുള്ള ചോദ്യത്തിന് മലയണ്ണാൻ്റെ ഉത്തരപേപ്പറിലേക്ക് മീൻ ഏന്തി വലിഞ്ഞ് നോക്കി. പുഴ എന്നൂടെ പറയാം, പുഴ എന്താണെന്നുള്ള ചോദ്യത്തിന് മലയണ്ണാൻ്റെ ഉത്തരപേപ്പറിലേക്ക് മീൻ ഏന്തി വലിഞ്ഞ് നോക്കി. കഥാകാരന്മാർ ഇങ്ങനെ പലതും എഴുതും, പക്ഷേ ഇതെന്താണ് അർത്ഥം എന്നുള്ളത് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. 2-3 വായിക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പുഴ എന്താണെന്ന് നമുക്കറിയാം, മലയണ്ണാൻ എവിടെ ജീവിക്കുന്ന ജീവിയാണെന്നും നമുക്കറിയാം, മീൻ എവിടെ ജീവിക്കുന്ന സസ്യമാണെന്നും നമുക്കറിയാം. ഇനി ഒന്നും കൂടെ ആ ചോദ്യം നമുക്ക് ചോദിക്കാം, എന്താണ് പുഴ? വെള്ളത്തിൽ ജീവിക്കുന്ന, അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കുന്ന സസ്യം മരത്തിൽ ജീവിക്കുന്ന മലയണ്ണാൻ്റെ ഉത്തരപേപ്പറിലേക്ക് ഏന്തി വലിഞ്ഞ് നോക്കിയത് എന്തിനുള്ള ഉത്തരമാണ്? പുഴ എന്താണെന്നറിയുവാൻ വേണ്ടിയുള്ള ഉത്തരമാണ്. ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിലായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രശ്നം ഇതാണ്. യഥാർത്ഥ വഴി ഏതാണ് എന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നു. അതുകൊണ്ടാണ് തോമസ് ചോദിച്ചത്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞാൻ അറിയുന്നില്ല, പിന്നെ എങ്ങനെയാണ് നിൻ്റെ വഴി അറിയുന്നത്? അവിടെയാണ് കർത്താവ് അവനോട് പറയുന്നത്, ഐ ആം ദ വേ, ഞാൻ തന്നെയാണ് വഴി. ആ വഴി തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, ശരിയായ വഴി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും വഴി തെറ്റുകയില്ല. ശരിയായ വഴി അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും വഴി തെറ്റുകയില്ല. ഇന്ന് പത്രങ്ങൾ വായിക്കുമ്പോൾ, ടി വിയിലെ ന്യൂസുകൾ കാണുമ്പോൾ നമ്മൾ പറയും, എങ്ങനെയാണ് ഈ മനുഷ്യന് ഇങ്ങനെ ചെയ്യുവാൻ സാധിക്കുന്നത്? മൃഗത്തെ പോലെ എങ്ങനെയാണ് ഒരു മനുഷ്യന് പെരുമാറുവാൻ സാധിക്കുന്നത്? അവർ ശരിയായ വഴി അറിഞ്ഞിരുന്നില്ല. പ്രിയ മാതാപിതാക്കളോട്, പ്രിയ കുഞ്ഞുങ്ങളോടൊക്കെ എനിക്ക് പറയുവാനുള്ളത് അതാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ ശരിയായ വഴി പഠിപ്പിച്ച് നൽകണം. അവരുടെ തിരക്കേറിയ പഠനത്തിൻ്റെ മധ്യയിലും അവരുടെ തിരക്കേറിയ ജീവിതത്തിൻ്റെ മധ്യയിലും ക്രിസ്തുവിനൊപ്പം എങ്ങനെ നടക്കണം എന്നുള്ളത് നാം അവർക്ക് പകർന്ന് നൽകണം. രണ്ടാമതായി, ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ്, ബി ട്രൂത്ത്ഫുൾ. യേശുവിനോടൊപ്പം നടക്കണമെങ്കിൽ സത്യത്തിൽ നിലനിൽക്കണം. രണ്ടാം പാഠമായി വായിച്ചു കേട്ട അപ്പോസ്തല പ്രവൃത്തികൾ 27-ാം അധ്യായം 20 മുതൽ 26 വരെ വാക്യങ്ങൾ നമുക്കറിയാം. പൗലോസ് അവിടെ യാത്രയുടെ മധ്യയിൽ അനവിധമായ പ്രയാസങ്ങൾ പൗലോസിനുണ്ടാകുന്നുണ്ട്. എന്നാൽ ഒരു അടി അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ പൗലോസ് സത്യത്തിന് ഒപ്പം നിന്നു, ക്രിസ്തുവിന് ഒപ്പം നിന്നു. എന്താണ് അവസാനം സംഭവിച്ചതെന്ന് 28-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ നമുക്കറിയാം. സുരക്ഷിതമായി ആ കപ്പൽ അവർ കരയ്ക്ക് എത്തി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, അതാണ് ദൈവയാത്രയിൽ സത്യത്തിൽ നിലനിൽക്കുവാൻ നമുക്ക് സാധിക്കണം. ബീയിങ് സ്റ്റാൻഡ് ഇൻ ട്രൂത്ത് ഈസ് നോട്ട് ജസ്റ്റ് എ വേർഡ്. സത്യത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു വാക്ക് മാത്രമല്ല. ഇറ്റ്സ് ഓൾ അബൌട്ട് ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തയോടെ നിൽക്കുവാൻ വേണ്ടി സാധിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായം 37-ാമത്തെ വാക്യത്തിൽ പത്രോസ് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, കർത്താവേ, ഇപ്പോൾ എനിക്ക് നിന്നെ അനുഗമിക്കാൻ കഴിയാത്തത് എന്ത്? ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്ന് പറഞ്ഞു. പൗലോസ് പറയാണ്, ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ച് കളയും എന്നുള്ളത്. എന്നാൽ സൂൺ ആഫ്റ്റർ ഹി ഡിനൈഡ് ഹിം
3 times. അല്പനിമിഷങ്ങൾ കഴിഞ്ഞ് തന്നെ 3 തവണ അവനെ തള്ളിപ്പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ വാക്കും നമ്മുടെ പ്രവൃത്തിയും ഇന്ന് എങ്ങനെയാണ് പോകുന്നത് എന്ന് ചിന്തിക്കുക. ഒരുപോലെയാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയും പോകുന്നത്? പണ്ട് ഒരു അച്ഛൻ പള്ളിയിൽ അതിഭീകരമായി ഞായറാഴ്ച നല്ല ശമരിയാക്കാരൻ്റെ കഥ പറയുകയാണ്. നിങ്ങൾ വഴിയരികിൽ ഇരിക്കുന്നവരെ സഹായിക്കണം, കഷ്ടത്തിലിരിക്കുന്നവരെ സഹായിക്കണം. അങ്ങനെ അതിഘോരമായി പ്രസംഗിച്ചു. അത് കഴിഞ്ഞ് അടുത്ത ഞായറാഴ്ച അച്ഛൻ വീണ്ടും പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് അച്ഛൻ വളരെ ദേഷ്യത്തോടെ ജനങ്ങളോട് പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച നിങ്ങളോട് നല്ല ശമരിയാക്കാരൻ്റെ കഥയാണ് പറഞ്ഞത്. ആപത്തിലായിരിക്കുന്നവരെ സഹായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ആ ഞായറാഴ്ച കഴിഞ്ഞുള്ള അടുത്ത ദിവസം തിങ്കളാഴ്ച നമ്മുടെ കുരിശടിയുടെ മുമ്പിൽ ഒരു മനുഷ്യൻ ഒരു ആക്സിഡൻറ്റ് പറ്റി കിടക്കുന്നത് ഞാൻ കണ്ടു. ആ മനുഷ്യനെ തിരിഞ്ഞു നോക്കുവാൻ ഒരു മനുഷ്യൻ പോലുമില്ല. അദ്ദേഹം എണ്ണിക്കുവാൻ വയ്യാത്ത രീതിയിൽ അവിടെ കിടക്കുകയാണ്. ഞാൻ കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരുമ്പോഴും ആ മനുഷ്യൻ അതുപോലെ തന്നെ കിടക്കുകയാണ്. ഞാൻ കടയിൽ പോയി സാധനം വാങ്ങി തിരിച്ചു വരുമ്പോഴും ആ മനുഷ്യൻ അതുപോലെ തന്നെ കിടക്കുകയാണ്. വാക്കും പ്രവൃത്തിയും ഒരുപോലെ പോകുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യുക. പത്രോസിന് പറ്റിയ തെറ്റ് അതാണ്. ഞാൻ നിന്നെ ജീവനോളം അനുഗമിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും സൂൺ ആഫ്റ്റർ ഹി ഡിനൈഡ് ഹിം. 1, 2 തവണ 3 തവണയാണ് ഈ തള്ളിപ്പറയുന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശുവിനൊപ്പം യാത്ര ചെയ്യുന്നുവെങ്കിൽ സത്യത്തിൽ അടിയുറച്ച് നിൽക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ഐ ആം ദ ട്രൂത്ത്. ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് സത്യം. നീ മറ്റെങ്ങും അന്വേഷിച്ചു പോകണ്ട, നീ സത്യത്തെ വേറെ എങ്ങും തേടിപ്പോകണ്ട, അത് ഞാൻ തന്നെയാണ്. മൂന്നാമതായി ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്, ജേർണിയിങ് വിത്ത് ക്രൈസ്റ്റ് ഡെഡിക്കേറ്റ് യുവർ ലൈഫ്. യേശുവിനോടൊപ്പം നടക്കുവാൻ, ജീവിതം സമർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ടോ? 12 ശിഷ്യന്മാരും അവരുടെ ജീവിതം യേശുവിൻ്റെ മുമ്പാകെ സമർപ്പിച്ചവരായിരുന്നു, അല്ലേ? 12 പേരും യേശുവിന് മുമ്പാകെ സമർപ്പിച്ചവരായി. ഈ 13-ാമത്തെ അധ്യായം മുതൽ വായിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ എത്രമാത്രം സങ്കടമായിരിക്കാം യേശു സഹിച്ചത്. 13-ാം അധ്യായം 2-ാം വാക്യം എടുത്ത് വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. അപ്പോൾ പിശാച് ശീമോൻ്റെ മകനായ യൂദ ഇസ്കറിയോത്താവിൻ്റെ ഹൃദയത്തിൽ അവനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചിരുന്നു. ചേർത്ത് നടത്തിയവർ ഒറ്റിക്കൊടുക്കുന്ന ഒരു സാഹചര്യം, ചേർത്ത് നടത്തിയവർ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യം, ചേർത്ത് നടത്തിയവർ എവിടെയാണ് നീ പോകുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യം. എന്നാൽ യേശു എന്താണ് പറഞ്ഞത്? 13-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അവസാനത്തോളം അവരെ സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു മനുഷ്യനായിരുന്നു യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ആ യേശു ക്രിസ്തുവിനൊപ്പം നടക്കണമെങ്കിൽ വി ഹാവ് ടു സബ്മിറ്റ് അവർ ലൈഫ്. ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കുവാൻ വേണ്ടി നമുക്ക് കഴിയണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സങ്കടത്തിൻ്റെ മധ്യയിലായിരിക്കാം യേശു പറഞ്ഞത്, ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത്, ഐ ആം ദ റിയൽ ലൈഫ്. ഞാൻ തന്നെയാണ് വഴി, ഞാൻ തന്നെയാണ് സത്യം, ഞാൻ തന്നെയാണ് ജീവനും എന്നുള്ളത്. പ്രിയമുള്ളവർ, ഇന്ന് കുഞ്ഞുങ്ങളെ ചേർത്ത് നടത്തുമ്പോൾ അവരുടെ വഴി എന്താണെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. ഇന്ന് പലരും സൺഡേ സ്കൂളിൽ മാത്രം കുഞ്ഞുങ്ങളെ അയക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക്, ആ ഒരു ട്രെൻഡിലേക്ക് കാലഘട്ടം മാറിയിരിക്കുന്നു. എന്താണ് ദേവാലയത്തിൽ നടക്കുന്നത് എന്ന് അവർക്ക് കൃത്യതയോടെ നമുക്ക് പറഞ്ഞു കൊടുക്കുവാൻ വേണ്ടി സാധിക്കണം. എന്താണ് സത്യം എന്നുള്ളത്, എത്ര കള്ളം പറഞ്ഞാലും സത്യത്തിൽ നിലയുറച്ച് നിൽപ്പാൻ അവരെ പഠിപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാൻ വേണ്ടി സാധിക്കും. അതാണ് പത്രോസ് നൽകുന്ന പ്രത്യാശ എന്നുള്ളത്. പത്രോസ് 3 തവണ തള്ളിപ്പറഞ്ഞുവെങ്കിലും കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് വരുന്നുണ്ട്. പിന്നീട് അവൻ്റെ വചനവുമായി പത്രോസ് ഇറങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുന്നവനായ ഒരു ദൈവം. പണ്ട് ക്രിസ്തോസ്റ്റം തിരുമേനി എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട്. ക്രിസ്തോസ്റ്റം തിരുമേനി പറയുന്ന ഒരു കഥയാണ്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മറവിക്കാരൻ എന്ന് പറയുന്നത് എൻ്റെ ദൈവമാണ്. എല്ലാവരും ചോദിക്കും, തിരുമേനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? ദൈവത്തെ ഒരു മറവിക്കാരനായിട്ട് തിരുമേനി എന്താണ് പ്ലേസ് ചെയ്യുന്നത്? അപ്പോൾ തിരുമേനി പറയും, ഇക്കണ്ട പാപമെല്ലാം ഞാൻ ചെയ്തിട്ടും, ഇക്കണ്ട കൊള്ളരുതായ്മ എല്ലാം ഞാൻ ചെയ്തിട്ടും ദൈവം എന്നോട് ക്ഷമിച്ചില്ലേ? ദൈവം എൻ്റെ ആ പാപങ്ങളെ മറന്നില്ലേ? അതുകൊണ്ട് ദൈവം ഒരു മറവിക്കാരനായി ക്രിസ്തോസ്റ്റം തിരുമേനി പറയുമ്പോൾ പത്രോസിനെ നമുക്ക് മാതൃകയാക്കുവാൻ വേണ്ടി സാധിക്കണം. ദെയർ ഈസ് എ ഹോപ്പ്. ഒന്നും അവസാനിക്കുന്നില്ല, ഒരു തുടർച്ച നമുക്കുണ്ട്.
ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ സാധിക്കണം. വളരെ സ്മാർട്ടായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് നമ്മുടേത്. ഞങ്ങൾ ടീച്ചർമാരുമൊക്കെ ആയിരിക്കുമ്പോൾ പറയുന്നുണ്ട്, വളരെ പെട്ടെന്നാണ് അവർ സോങ്സ്, ആക്ഷൻ സോങ് ഒക്കെ പിക്കപ്പ് ചെയ്യുന്നത്. എന്നാൽ ദൈവത്തെ പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിനൊപ്പം നടക്കുന്നത് പറഞ്ഞു കൊടുക്കുവാൻ നാം മറന്ന് പോകരുത്. ഇന്ന് ഈ മാവേലിക്കര വിശ്വാസ സമൂഹത്തിന് മുമ്പിൽ എനിക്ക് പറയുവാനുള്ളത്, അല്ലെങ്കിൽ എനിക്ക് പ്ലേസ് ചെയ്യുവാനുള്ള ഒരു ചോദ്യം എന്നുള്ളത്, ഒരു കുഞ്ഞിനെയെങ്കിലും ദൈവസന്നിധിയിൽ പൂർണ്ണമായി ശുശ്രൂഷയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുമോ? ഒരു കുഞ്ഞിനെയെങ്കിലും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അനേക പ്രഗത്ഭരായ വൈദികരുള്ള ഒരു ആലയമാണ് ഇത്, ഒരു വിശ്വാസ സമൂഹമാണിത്. അത് ഒരിക്കലും നിലനിന്ന് പോകരുത്, അതൊരിക്കലും നിന്ന് പോകരുത്. അതിനൊരു തുടർച്ചയുണ്ടാകണം. ഒരു കുഞ്ഞിനെയെങ്കിലും ഈ VBSലെ 2026 VBSൽ ആ കുഞ്ഞ് ഡെഡിക്കേഷൻ, അച്ഛൻ പറഞ്ഞതുപോലെ 14-ാം തീയതി ഡെഡിക്കേഷൻ സർവീസാണ്, അവർ സമർപ്പിക്കുന്ന ദിവസമാണ്. പൂർണ്ണ സമയം ദൈവസന്നിധിയിൽ സമർപ്പിപ്പാൻ ഒരു കുഞ്ഞിനെയെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കുവാൻ സാധിക്കുമോ? പ്രാർത്ഥനയുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ വേണ്ടി സാധിക്കണം. എങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കണമെങ്കിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. ശിഷ്യന്മാരുടെ മധ്യയിൽ അവരുടെ ഒരു പോരായ്മയായി ക്രിസ്തു എപ്പോഴും പറഞ്ഞ അതാണ്, ക്രൂശിൻ്റെ മുൻപിലേക്ക് പോകുമ്പോഴും പറഞ്ഞ അതാണ്, പ്രാർത്ഥനയോടെ ആയിരിപ്പീൻ എന്നാണ് പറയുന്നത്. പ്രാർത്ഥനയില്ലാത്ത ഒരു ജീവിതത്തിലേക്ക് നാം കടന്നു പോകരുത്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ ശക്തമാക്കണം. ഈ നാളുകളിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു പുസ്തകമാണ് ബാബു എബ്രഹാമിൻ്റെ കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നുള്ള പുസ്തകം. ഒരു പർട്ടിക്കുലർ പോയിന്റിലെത്തുമ്പോൾ ബാബു എബ്രഹാം പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥിച്ചത് ലഭിക്കുന്നത് മാത്രമല്ല, മറിച്ച് ചില പ്രയാസഘട്ടങ്ങളെ, ചില പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ നമ്മളെ ബലപ്പെടുത്തുന്ന ആത്മീക ആഹാരമാണ് പ്രാർത്ഥന എന്നുള്ളത്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി കുഞ്ഞുങ്ങളെ തയ്യാറെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ VBS കേവലമൊരു ആഘോഷമായി മാത്രം മാറാതെ, കേവലമൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായി മാറാതെ, ഞാൻ സൂചിപ്പിച്ചതുപോലെ, ഞാൻ ആ ചോദ്യം ചോദിച്ചതുപോലെ, ഒരു കുഞ്ഞിനെയെങ്കിലും, കുഞ്ഞുങ്ങളും ഇത് കേൾക്കുക. നിങ്ങളൊക്കെ സ്മാർട്ടായിട്ടുള്ളവരാണ്, ഒരുപാട് അറിവുകളുള്ളവരാണ്. പൂർണ്ണമായി ദൈവസന്നിധിയിൽ ഒരാളെയെങ്കിലും ഈ VBS കൊണ്ട് നമുക്ക് സമർപ്പിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ വഴി എന്നുള്ളത്, അതാണ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സത്യം എന്നുള്ളത്, അതാണ് ക്രിസ്തുവിൽ യഥാർത്ഥമായി സബ്മിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സമർപ്പിക്കുക എന്നുള്ളത്. അതിനായി ഈ ദൈവവചനം നമ്മളെ